ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെഡിയു നേതൃത്വം. പുതിയ ബീഹാർ സർക്കാർ ഈ ആഴ്ച ചുമതലയേൽക്കും. സർക്കാർ രൂപീകരണ ചർച്ചകളും സജീവമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ജെഡിയു നേതാക്കൾ ചർച്ച നടത്തി. ജെഡിയു നേതാവ് സഞ്ജയ് ജയാണ് അമിത്ഷായെ കണ്ടത്. പുതിയ ബീഹാർ സർക്കാർ ഈ ആഴ്ച ചുമതലയേൽക്കും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ജെഡിയു നേതൃത്വം വ്യക്തമാക്കിയത്. സർക്കാർ രൂപീകരണ ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ജെഡിയു നേതാക്കളും ചർച്ച നടത്തി. ജെഡിയു നേതാവ് സഞ്ജയ് ജയാണ് അമിത്ഷായെ കണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ, വിനോദ് താവ്ഡെ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തേക്കും. അതേസമയം കഷ്ടിച്ചാണ് RJDക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയത്. ആകെയുള്ള 243 സീറ്റിന്റെ 10% സീറ്റ് ഉണ്ടെങ്കിലേ പ്രതിപക്ഷ പദവി ലഭിക്കുകയുള്ളൂ. തിരഞ്ഞെടുപ്പിൽ RJD 25 സീറ്റ് നേടിയതോടെ നേതൃസ്ഥാനം ലഭിക്കും. ഒരു സീറ്റ് കുറഞ്ഞെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ RJD അന്വേഷണം നടത്തും. തിരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന ആക്ഷേപം RJD ശക്തമാക്കുകയാണ്. പണം നൽകി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നുവെന്നാണ് RJD സംസ്ഥാന അധ്യക്ഷൻ മംഗനി ലാൽ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തുമ്പോൾ തന്നെ പണം നൽകി വോട്ട് വാങ്ങിയെന്ന ആക്ഷേപമാണ് RJD സംസ്ഥാന അധ്യക്ഷൻ മംഗനി ലാൽ മണ്ഡൽ ഉന്നയിക്കുന്നത്. തോൽവിയെക്കുറിച്ച് RJD അന്വേഷിക്കാൻ ഒരുങ്ങുമ്പോൾ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനങ്ങളൊന്നും താഴെത്തട്ടിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന പ്രഖ്യാപനം സർക്കാരിന്റെ സാമ്പത്തിക നില വെച്ച് ചോദ്യം ചെയ്ത് NDA പൊളിച്ചു. സ്ത്രീകൾക്കായി പണം നൽകിയുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിൽ 10,000 രൂപ അക്കൗണ്ടിലിട്ട് കൊടുത്ത് ആ നീക്കവും പരാജയപ്പെടുത്തി. നിതീഷ് കുമാർ വൃദ്ധനായെന്നും ചിത്തഭ്രമം ബാധിച്ചുവെന്നുമുള്ള തേജസ്വിയുടെ പരിഹാസത്തെയും ജനം തള്ളി. കഴിഞ്ഞ തവണ ഇടഞ്ഞു നിന്ന ചിരാഗ് പസ്വാൻ NDA വോട്ട് പിളർത്തിയെങ്കിൽ ഇക്കുറി അത് നടന്നിട്ടില്ല. കോൺഗ്രസും ഇടത് പാർട്ടികളും തകർന്നടിഞ്ഞതും തേജസ്വിയുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.